എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ജീസസ് എവരിഡേയിലൂടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാരംഭത്തിലേ പ്രാർത്ഥിക്കുന്നു. ചൂടുകാലം നന്നായിട്ട് ആരംഭിച്ചു. ഇടയ്ക്ക് നല്ലൊരു മഴ കിട്ടുന്നുണ്ട്. എല്ലാറ്റിനും വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനും വേണ്ടി പിതാവാം ദൈവത്തിന് യേശു മുഖാന്തരം സ്തോത്രം വർദ്ധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ മുഖാന്തരം ദൈവത്തിന് കൂടുതൽ സ്തോത്രമുണ്ടാകണം. എല്ലാവരും പറയുന്ന നെഗറ്റീവ് ഒന്നും പറയാൻ വിളിക്കപ്പെട്ടവരല്ല എന്നാണ്. നമ്മുടെ വിളിക്കകത്ത് തന്നെ നന്ദി പറയാനുള്ള വിളിയാണ്. യേശു 5 അപ്പം എടുത്ത് നന്ദി പറഞ്ഞപ്പോഴാണ് അത് വർദ്ധിച്ചത്. നന്ദി പറയുമ്പോൾ വലിയ വർധനവുണ്ടാകും. അപ്പോൾ സ്തോത്രം ചെയ്തു, വാഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ ലാസറിൻ്റെ കല്ലറക്കലും പിതാവിന് നന്ദി പറയുകയാണ്. അപ്പോൾ അവിടെയാണ് ദൈവശക്തി തുറന്നു വരുന്നത്, അവിടെയാണ് ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സ്തോത്രം ദൈവത്തിനുണ്ടാകാൻ നമ്മൾ മുഖാന്തരം ഇടയാകട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 27 വരെ നമ്മൾ വായിച്ചു. 28 ഇങ്ങനെയാണ്: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആദ്യം നമ്മൾ വായിച്ചത് അശുദ്ധിയിൽ ഏൽപ്പിച്ചു 24. 28 പറയുമ്പോൾ നികൃഷ്ട ബുദ്ധി. അപ്പം ദൈവം വാസ്തവമായിട്ടും ജീവനുള്ള ദൈവമാണെന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഉണ്ടായ ഒരു അനർത്ഥമാണ് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നല്ലത് ചെയ്യാൻ കഴിയാത്ത ഒരു ബുദ്ധി, അതാണ് നികൃഷ്ട ബുദ്ധി. എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഇതെങ്ങനെ ഉണ്ടായതാണ്? ദൈവത്തെ ദൈവമായിട്ട് മനസ്സിലാക്കി ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കാത്തതിൻ്റെ ശിക്ഷ ഇവിടെ കാണാം. കൊർന്നല്യോസിനെ പോലെ ദൈവത്തെ ഇവർ അന്വേഷിച്ചില്ല. യെരുശലേമിൽ നമസ്കരിക്കാൻ പോയ ഷണ്ണനെ പോലെ ഈ ജനങ്ങൾ ദൈവത്തെ അന്വേഷിച്ചില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാവരും, യേശു പറഞ്ഞു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാണാതെ പോയാൽ നമ്മൾ കണ്ടെത്താറില്ല. എന്നാൽ വിലയേറിയത് കാണാതെ പോയാൽ നമ്മൾ കണ്ടെത്താറുണ്ട്. അതെന്തുകൊണ്ടാ? അതിന് വിലയുള്ളത് കൊണ്ട്. അപ്പോൾ ദൈവത്തെ കാണുന്നില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ നിർത്തരുത്. നമ്മൾ അന്വേഷിക്കണം, എന്നിട്ട് കണ്ടെത്തണം. എങ്ങനെ? ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന മനുഷ്യന് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ. അപ്പോൾ ആത്മീകർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ. എങ്ങനെ കാണാം? വിശ്വാസത്താൽ കാണാം. ഇന്ന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്താൽ കാണാൻ കഴിയും. ആ അറിവിൻ്റെ പേരാണ് വിശ്വാസം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. കാണാത്ത കാര്യത്തിനൊരു നിശ്ചയം. ഞാൻ ദൈവത്തെ ഇതുവരെയും കണ്ണുകൊണ്ട്, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല, എങ്കിലും എനിക്കറിയാം ദൈവം എൻ്റെ കൂടെയുണ്ട്. 1 യോഹന്നാൻ 4 പറയുന്നു, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തെ ഇതുപോലെ അന്വേഷിച്ച് അനുഭവിക്കുവാൻ, ആസ്വദിക്കാൻ കഴിയാതെ പോയാൽ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ദൈവം തരുന്ന ഒരു ശിക്ഷയെന്ന് പറയുന്നത് പാപത്തിലേക്ക് തള്ളിക്കളയും. നികൃഷ്ട ബുദ്ധിയിലേക്ക് ദൈവം അവരെ തള്ളും. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നത് അസൂയ. 29-ാം വാക്യത്തിൽ അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, തിങ്ങിയവർ. 30-ാം വാക്യം: കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ,
പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ. ദൈവം തള്ളിയതിൻ്റെ ലക്ഷണമാണ്. ഇതെല്ലാം എങ്ങനെയുണ്ടായി? ഈ ഭൂമിയിൽ ജീവിച്ച ആദാമിന് ഹൗവയ്ക്ക് ഇത് ഉണ്ടായിരുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വിരോധമായിട്ട് ജീവിക്കാനാണോ? അല്ല. ദൈവം അവരെ തള്ളിയപ്പോൾ പിശാചിൻ്റെ സ്വഭാവം മുഴുവനും അവരിൽ വന്നു. ഒന്നുകിൽ ദൈവത്തിൻ്റേത്, അല്ലെങ്കിൽ പിശാചിൻ്റേത്. ഒന്നുകിൽ വെളിച്ചം, അല്ലെങ്കിൽ ഇരുട്ട്. ഒന്നുകിൽ വെളിച്ചത്തിൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മക്കൾ. യേശു ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. ചുമ്മാതാ. അബ്രഹാം നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നത്. പ്രവൃത്തി നിമിത്തമാണ് ഒരാൾ ആരുടെ മകനാണ് മകളാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഏത് വൃക്ഷത്തെയും ഫലത്താൽ തിരിച്ചറിയാം. ഇതാണ് യേശു പറഞ്ഞത്. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത വരില്ല, ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ലതും വരില്ല. അപ്പം നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കും. അതിന് ഒരിക്കലും ഒരു മാവിന് തേങ്ങായോ മറ്റെന്തെങ്കിലും വേറെ ഫലം പോലും കായ്ക്കാൻ കഴിയില്ല. അതിൻ്റെ സൃഷ്ടി അതാണ്. അതായത് ഒരു പുതിയ സൃഷ്ടിയായി മാറണമെന്ന് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളവർ മാനസാന്തരപ്പെടുമ്പോൾ പിന്നെ ഏഷണി പറയുന്നവരല്ല, ദൈവദ്വേഷികളല്ല, കൊലപാതകന്മാരല്ല, ഗർവിഷ്ഠന്മാരല്ല, മാതാപിതാക്കളെ അനുസരിക്കാത്തവരല്ല. അവർ പുതിയ സൃഷ്ടികളാണ്. അവർക്ക് മാതാപിതാക്കളെ ഭയങ്കര ബഹുമാനമായിരിക്കും. അവർ പിന്നെ പാപം ചെയ്യില്ല. ഈ ദിവസങ്ങളിൽ പുതിയ സൃഷ്ടി ആണ് കാര്യം. അഗ്രചർമ്മമല്ല, പരിച്ഛേദനയുമല്ല, പുതിയ സൃഷ്ടി എത്രയേ കാര്യമെന്ന് വായിക്കും പോലെ പുതിയ സൃഷ്ടിയായി മാറുക. ദൈവത്തിൽ നിന്ന് ജനിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം ലോകത്തിൽ പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ്. സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹമൊക്കെ ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. ലോകം. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യനിലുള്ളത് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് മനുഷ്യനെ വിശ്വസിച്ചില്ലെന്ന്. നമുക്ക് മൊത്തം മനുഷ്യനെയല്ലേ വിശ്വാസം. അയ്യോ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ ബന്ധുക്കാർ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ അയൽവാസികൾ, അയ്യോ എൻ്റെ കൂട്ടുകാരെ പിരിഞ്ഞുള്ള ഒരു പരിപാടി എനിക്കില്ല. ഇതെല്ലാം പറയുന്നവരോട് പറയാം, അവരെല്ലാം നിങ്ങളെ ചതിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചതിക്കും. കാരണം നിങ്ങളും മനുഷ്യനെ പോലെ ജീവിക്കുന്നു, അവരും മനുഷ്യരാണ്. വിശ്വാസി ആയിട്ട് പുതിയ സൃഷ്ടിയായിട്ടും പഴയതുപോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരെ പോലെയാണ്. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത ലോകക്കാരായിരിക്കാൻ കഴിയില്ല. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോക മനുഷ്യനെ വെറുക്കുകയല്ല, അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തികളെ വെറുക്കണം. അവരുടെ പാപത്തെ വെറുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം. അവരെ സഹായിക്കണം. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നാം അവർക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കണം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവം ആഗ്രഹിക്കും. ഇതാ ദൈവം തള്ളിയതിൻ്റെ ലിസ്റ്റാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. 31-ാം വാക്യം, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവിറ്റവർ. കനിവില്ലാത്തവർ, ദുഷ്ടർ. ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞില്ലേ? ദൈവം തള്ളിയതിൻ്റെ ലക്ഷണമാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് പകരം സാക്ഷാൽ ദൈവത്തിലേക്ക് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിന് പകരം ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ദുഷ്ടരായി മാറി. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവരെല്ലാം ദുഷ്ടരായി മാറി. 32-ാം വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയെ നരകത്തിയിലേക്ക് ദൈവത്തിന് ഇടാൻ
അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അവൻ്റെ അതിക്രമം തികയണം. അതിനു വേണ്ടി വെറുതെ അങ്ങോട്ട് ഒരു നരകത്തിയിലോട്ട് ഇട്ടാൽ പോരല്ലോ. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അപ്പൊ ചെയ്തത് അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. അടുത്ത അധ്യായം, 2-ാം അധ്യായം മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. മനം തിരിവിനെ കുറിച്ചാണ്. നമ്മൾ ആ അധ്യായത്തിലോട്ട് വരും. ഈ അധ്യായത്തിൽ സാക്ഷാൽ ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കി ആരാധിച്ചില്ല എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ, 1-ാം അധ്യായത്തിൽ മാനവജാതിയെക്കുറിച്ച് പറയുന്ന തെറ്റ്. ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ ആരാധിച്ചില്ല. ദാവീദിന് തെറ്റുകളുണ്ടായി. എന്നാൽ അവൻ മടങ്ങി വന്നു, വീണ് കരഞ്ഞ് 51 സങ്കീർത്തനമൊക്കെ എഴുതി, കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, സ്ഥിരമായൊരാത്മാവിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കണം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. നമുക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി ദൈവത്തിലേക്ക്, സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ദിവസങ്ങളായിട്ട് നമ്മുടെ ദിവസങ്ങൾ തീരട്ടെ. നമ്മൾ ശരിയായൊരു മനംതിരിവിലേക്ക് വരുവാൻ, പ്രത്യേകിച്ച് നമ്മൾ ജാതികളായിരുന്നു. ജാതികളെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിരുന്നത് കൊന്നുകളയുക. നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ട് പോയിട്ട് അവിടെയുള്ള 7 ജാതികളെ ഇല്ലാതെയാക്കുക, അവരുടെ ഓർമ്മ പോലും ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയുക. ജാതികളെ. നമ്മളും ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായവരൊന്നുമല്ല. തെറ്റിൽ മാത്രം ജീവിച്ചവരും ദൈവം വെറുക്കുന്നത് മാത്രം ചെയ്യുന്നവരും ആയിരുന്നു. എന്നിട്ടും യേശുവേന്ന് വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് രൂപാന്തരപ്പെട്ട് പുതിയ സൃഷ്ടികളായവരാണെന്ന്. അതുകൊണ്ട് നന്ദിയുള്ളവരായി മനം തിരിഞ്ഞ് വിഗ്രഹാരാധനയിൽ നിന്നും എല്ലാ പാപ സ്വഭാവത്തിൽ നിന്നും മനം തിരിഞ്ഞ് കുറവുകൾ ഏറ്റുപറഞ്ഞ് യേശുവേ, ഒരു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മടങ്ങി വരുന്നു, ഒരു തെറ്റായ പ്രവൃത്തി ഇനി എന്നിലുണ്ടാകരുതേ, നല്ല വൃക്ഷത്തിൻ്റെ നല്ല പ്രവൃത്തി മാത്രം എന്നിൽ നിന്ന് പുറപ്പെടണമേ, ഒരു മോശം കാര്യം പറയാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ എനിക്കിടയാകരുതേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ട്. ദൈവ മക്കളെന്ന് പറയുന്ന എല്ലാവരും, ദൈവ വേലക്കാരെന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ പറഞ്ഞുകൂട്ടുന്ന അബദ്ധങ്ങളും ദൈവത്തെ വേദനിപ്പിച്ചതെല്ലാം നാം ഏറ്റുപറയണം. എന്നോട് ചേർന്നൊന്ന് ഏറ്റു പറയാമോ? നമുക്കൊരുമിച്ച് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം. കർത്താവായ യേശുവേ, അങ്ങയെ ദുഃഖിപ്പിച്ച എല്ലാ പാപ സ്വഭാവങ്ങളെയും ഞാൻ ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, മനസ്സുകൊണ്ട് ചെയ്ത പാപം, വാക്കുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ, പ്രവൃത്തി കൊണ്ട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഒന്നുകൂടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധൻ ഇനിയും വിശുദ്ധനാകട്ടെ എന്ന് അങ്ങ് വീണ്ടും പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്കും കൂടുതൽ നീതിയിലേക്കും നയിക്കണമേ. എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാ അഴുക്കുകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന ഇത് രക്ഷിക്കപ്പെട്ട സമയത്ത് മാത്രം ചെയ്യേണ്ടതല്ല. അനീതിയുള്ളവർ അനീതി ചെയ്യുമ്പോൾ നീതിമാൻ ഇനിയും നീതിമാനാകണം. അതുകൊണ്ട് എങ്ങനെ നീതിമാനാകുന്നത്? നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നമ്മളുടെ കുറവുകൾ എല്ലാം ഏറ്റുപറഞ്ഞ് കൂടുതൽ കർത്താവിലോട്ട് തിരിയാൻ ഈ പ്രാർത്ഥനകൾ കാരണമാകും. എന്നും കുറ്റങ്ങൾ ഏറ്റുപറയണം. നീതിമാൻ എന്ന് പറയുന്നവരും
ഞങ്ങൾ വലിയ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നവരും, ഞങ്ങൾ വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നവരും, വലിയ പാസ്റ്റർമാരും എല്ലാവരും എല്ലാ ദിവസവും താഴ്മ ധരിച്ച്, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകും. എനിക്കൊരു കുഴപ്പവുമില്ല, നീതിമാനെന്ന് ചിന്തിക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും മനസ്സില്ലാതെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ മാറത്തടിച്ച് ദൈവത്തോട് നിലവിളിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനംതിരിഞ്ഞ് ഒരു പുതിയ തുടക്കത്തിനായി നമ്മെ കൊടുക്കാം. അതോടുകൂടി നമ്മുടെ പ്രാഗൽഭ്യം വർദ്ധിക്കും. അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയെന്ന്. എങ്ങനെ? മനസ്സിനകത്തുണ്ടാകുന്ന സമാധാനം, ഉള്ളിലുണ്ടാകുന്ന സ്വസ്ഥത, വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷം. ഇതൊക്കെ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് ഒരാൾ സ്വതന്ത്രമായി ഏതോ ഒരു ഭാണ്ഡക്കെട്ട് അഴിച്ചു വെച്ചതുപോലെ എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വായിക്കുന്ന പോലെ ഒരു ഫ്രീഡം അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെ നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാ ദിവസവും കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറയാം. ദൈവത്തിൻ്റെ ആ കാൽക്കലിരുന്ന് കൃപകൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. ശകരബസെതെരെ അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. You deserve the glory. You deserve the glory and the honor as we lift our hands in worship, as we lift your holy name. You deserve the glory and the honor as we lift our hands in worship, as we lift your holy name. For you are great, you're the miracle so great. There is no one else like you. Yes, there is no one else like you. For you are great, you're the miracle so great. There is no one else like you. There is no one else like you. Mahtutin Yogin, Mahtutin Yogin, Sarvashaktan, en karangale uyarthi തിരുനാമത്തെ ആരാധിക്കുന്നു. മഹത്വത്തിൻ യോഗ്യൻ, സർവശക്തൻ, എൻ കരങ്ങളെ ഉയർത്തി തിരുനാമത്തെ ആരാധിക്കുന്നു. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ.